BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രം തിരുത്തി കുറിക്കുകയാണ്. സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രി സ്ഥാനം വഹിക്കുന്ന ആൾ എന്ന സർവകാല റെക്കോർഡിലേക്കാണ് നരേന്ദ്രമോദി എത്തുന്നത്. ഇതുവരെ ഈ റെക്കോർഡ് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലായിരുന്നു. ജൂൺ 10 ബുധനാഴ്ച നെഹ്റുവിന്റെ 4398 ദിവസത്തെ റെക്കോർഡ് മോദി മറികടന്നു. 1952 മെയ് 13 മുതൽ 1964 മെയ് 27 മരണപ്പെടും വരെ തുടർച്ചയായി 4398 ദിവസമാണ് നെഹ്റു പ്രധാനമന്ത്രി സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. നെഹ്റുവിന് ശേഷം 4077 ദിവസം പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധിയും ഉണ്ടായിരുന്നു. അവരുടെ റെക്കോർഡും നരേന്ദ്രമോദി മറികടന്നിരുന്നു. 1966 ജനുവരി 24 മുതൽ 1977 മാർച്ച് 24 വരെയാണ് അവർ തുടർച്ചയായി പ്രധാനമന്ത്രിയായിരുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിനു ശേഷം ഇതുവരെ ഭാരതത്തിൽ എന്തു പരിവർത്തനം ഉണ്ടാക്കിയെന്ന വിശകലനമാണ് ഈ രണ്ട് ഭാഗങ്ങളിലൂടെ M5 ലൈവ് നടത്തുന്നത്. 2014 മോദി അധികാരത്തിലെത്തുമ്പോൾ ലോകത്തെ 10ാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു ഭാരതം. ഇന്ന് 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർന്നിരിക്കുന്നു. ബഹുമുഖ ദാരിദ്ര്യ സൂചികയിൽ 29.17% ജനങ്ങളാണ് 2014 ഉണ്ടായിരുന്നത്. ഇന്ന് അത് 16.28% കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 12 വർഷം കൊണ്ട് 24.28 കോടി ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. തീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ജനസംഖ്യ 1% കുറച്ചു കൊണ്ടുവന്നു. പ്രധാനമന്ത്രി അന്ന യോജനയിൽ ഓരോ ആളിനും 5 കിലോ ധാന്യവും പയർവർഗ്ഗങ്ങളും കൊടുക്കുന്ന പദ്ധതി തുടരുകയാണ്. ഇതാണ് ഈ ദാരിദ്ര്യ വിമോചനത്തിൽ കാര്യമായ പങ്കുവഹിച്ചത്. അടച്ചുറപ്പുള്ള ചോരാത്ത വീട് എല്ലാ പാവപ്പെട്ടവരുടെയും ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. പ്രധാനമന്ത്രി പാർപ്പിട നിർമ്മാണ പദ്ധതിയിൽ 2.82 കോടി വീടുകളാണ് പുതിയതായി പൂർത്തിയാക്കിയത്. 2029 ആകുമ്പോഴേക്കും 4.95 കോടി വീടുകൾ പൂർത്തിയാക്കാനാണ് നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത്. 3.5 കോടിയിലേറെ വീടുകൾക്ക് നിർമ്മാണാനുമതി നൽകിക്കഴിഞ്ഞു. ശുദ്ധമായ കുടിവെള്ളം വീട് പോലെ തന്നെ പ്രധാനമാണ്. 2019 രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ 16.7% ആളുകൾക്ക് മാത്രമാണ് പൈപ്പ് വെള്ളം കിട്ടിയിരുന്നത്. പ്രധാനമന്ത്രി കുടിവെള്ള പദ്ധതിയിലൂടെ ഇപ്പോൾ 80% പേർക്കും പൈപ്പ് വെള്ളം കിട്ടുന്നു. 15.71 കോടി ഗ്രാമീണ ജനങ്ങൾക്കും പൈപ്പ് വഴി ശുദ്ധമായ കുടിവെള്ളം എത്തുന്നു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ നടത്തിയ പഠനത്തിൽ സാധാരണക്കാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന ഓരോ രൂപയിലും 14 പൈസ മാത്രമാണ് അവർക്ക് കിട്ടുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇതിനെ മറികടക്കാൻ വേണ്ടത് ചെയ്യാൻ രാജീവിന് കഴിഞ്ഞില്ല. സാധാരണക്കാരുടെ ജൻധൻ ബാങ്ക് അക്കൗണ്ടിലൂടെ നരേന്ദ്രമോദി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി. എല്ലാ പദ്ധതിയുടെയും ഗുണഭോക്താക്കൾക്ക് അവരവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഇന്ന് മുഴുവൻ തുകയും എത്തുന്നു. 56 കോടി ജൻധൻ ബാങ്ക് അക്കൗണ്ടുകളാണ് ഇതിനായി ആരംഭിച്ചത്. ഈ അക്കൗണ്ടുകളിൽ 55.7% സ്ത്രീകളുടേതാണ്. 66.7% അക്കൗണ്ടുകൾ ഗ്രാമീണ മേഖലയിലും. 1 രൂപ പോലും നിക്ഷേപം വേണ്ടാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് ആയിട്ടും 2.68 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഈ അക്കൗണ്ടുകളിൽ ഉണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ച ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, സുകന്യ യോജന, മാതൃവന്ദൻ യോജന തുടങ്ങിയ സ്ത്രീ ശാക്തീകരണത്തിനും സുരക്ഷയ്ക്കുമുള്ള നിരവധി പദ്ധതികൾ ഗ്രാമീണ വനിതകൾക്കിടയിലും വൻ പ്രചാരമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വീട്ടമ്മമാർക്ക് സൗജന്യമായി പാചകവാതകം നൽകുന്ന ഉജ്ജ്വൽ പദ്ധതി 8 കോടിയിലേറെ കുടുംബങ്ങളിൽ എത്തിക്കഴിഞ്ഞു. സ്വച്ഛ ഭാരത മിഷനിൽ 12 കോടി ശൗചാലയങ്ങളാണ് ഇതുവരെ നിർമ്മിച്ചത്. ഉത്തരേന്ത്യൻ ഗ്രാമീണ മേഖലകളിൽ ഇത് വൻ പരിവർത്തനത്തിനാണ് വഴിവെച്ചിട്ടുള്ളത്. സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക ആക്രമണം ഗണ്യമായി കുറഞ്ഞുവന്ന് ഇത് സംബന്ധിച്ച പഠനങ്ങൾ വ്യക്തമാക്കുന്നു. രാത്രിയിൽ വെളിപ്രദേശത്ത് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോയിരുന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ സ്ത്രീകൾ വൻതോതിൽ ആക്രമണത്തിന് ഇരയായിരുന്നു. ഈ പരിവർത്തനം വളരെ ആശ്വാസത്തോടെയാണ് ഗ്രാമീണ സ്ത്രീകൾ കാണുന്നത്. നഗരങ്ങളിലും 62.6 ലക്ഷം ശൗചാലയങ്ങൾ പുതുതായിട്ട് നിർമ്മിച്ചു കഴിഞ്ഞു. സാധാരണക്കാർക്ക് ചെലവില്ലാത്ത ആരോഗ്യരക്ഷ ഉറപ്പാക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായമായി നൽകുന്നു. 42 ലക്ഷം കാർഡുകളിലൂടെ
52 കോടി ആൾക്കാർക്കാണ് ഈ പദ്ധതിയിൽ ചികിത്സാ ആനുകൂല്യം ലഭിക്കുന്നത്. 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പൗരന്മാരും ഇതിന്റെ പരിധിയിൽ വരുന്നു. ഏതാണ്ട് 10 കോടി ആളുകൾക്ക് ഇതുവരെ ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിച്ചു. ഡിജിറ്റൽ മേഖലയിലും സ്റ്റാർട്ടപ്പ് മേഖലകളിലും വൻ കുതിപ്പാണ് ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ളത്. 6 ലക്ഷം ഡിജിറ്റലൈസ്ഡ് സേവന കേന്ദ്രങ്ങൾ ഗ്രാമീണ മേഖലയിലടക്കം പുതുതായി തുടങ്ങിക്കഴിഞ്ഞു. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ വെറും 350 സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 1.60 ലക്ഷം സ്റ്റാർട്ടപ്പുകളായി ഉയർന്നിരിക്കുന്നു. ഗ്രാമീണ കാർഷിക മേഖലയിലെ ഉൽപാദനം, കയറ്റുമതി എന്നിവയിലും വൻ കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. താങ്ങുവില, കിസാൻ ക്രെഡിറ്റ് കാർഡ്, രാസവള സബ്സിഡി, ജൈവ കൃഷി പദ്ധതി തുടങ്ങിയവയിലൂടെയും ഓൺലൈൻ ട്രേഡിങ്ങിനായി പുതിയതായി ആരംഭിച്ച പ്രത്യേക സംവിധാനത്തിലൂടെയും കാർഷിക മേഖലയിലും കാര്യമായ നേട്ടമുണ്ടായി. ബാക്കി പദ്ധതികളുമായി ഈ എപ്പിസോഡിന്റെ 2ാം ഭാഗം വീണ്ടും കാണാം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.